മാസങ്ങൾക്ക് മുമ്പ് കടലിൽ കാണാതായ മകനു വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുകയാണ് മാരാരിക്കുളം കോർത്തശ്ശേരിയിലെ നിരാലംബരായ ഒരു അച്ഛനും അമ്മയും. കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് ഇവരുടെ ഏക ആശ്രയമായിരുന്ന മകൻ മത്സ്യബന്ധനത്തിനായി കടലിൽ പോയിട്ട് പിന്നെ കാണാതായത്. മുന്നോട്ടുള്ള ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഈ വൃദ്ധ ദമ്പതികൾ. എല്ലാ ദിവസവും റോഡിൽ കാലിപ്പെരുമാറ്റം കേൾക്കുമ്പോൾ അവനോടൊന്നറിയാൻ വേണ്ടിയിട്ടാണ് കഥ തുറന്ന് നോക്കുന്നു. ആര് പോയാലും എൻ്റെ മകനായിരിക്കും അതെന്നുള്ള പ്രതീക്ഷയാണ്. കഴിഞ്ഞ ക്രിസ്മസ് രാത്രിയിൽ കോർത്തശ്ശേരിയിലെ ഒരു വീട്ടിലും നക്ഷത്രം ഉയർത്തിയില്ല, ആരും പുൽക്കൂടും ഒരുക്കിയില്ല. തോമസും റീത്താമ്മയ്ക്കുമൊപ്പം ഒരു നാട് മുഴുവൻ ബിനുവിനെ കാത്തിരുന്നു. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞു, ഇതുവരെയും ബിനു മടങ്ങിയെത്തിയില്ല. തോമസും റീത്താമ്മയും ഒഴിച്ച് ബാക്കി എല്ലാവരും കാത്തിരിപ്പ് അവസാനിപ്പിച്ചു. പക്ഷേ അവർ മാത്രം ഇപ്പോഴും മകനെ കാത്തിരിക്കുന്നു. നല്ല കാറ്റായിരുന്നു. ഒരു 26 ആൾക്കാരുണ്ടായിരുന്നു. കാല് വഴുതി വെള്ളത്തിൽ വീണു. ഇപ്പോൾ ഒരു 70 നോട്ടിക്കൽ മേലപ്പുറമാണ് സംഭവം നടക്കുന്നത്. നമ്മുടെ മനസ്സിലൊരു ഇത് കാണുമല്ലോ, അങ്ങനെ ഓർക്കും. പക്ഷേ അന്ന് നേവിക്കാരും എയർഫോഴ്സുകാരും ഒക്കെ കോസ്റ്റ് ഗാർഡും ഒക്കെ അന്വേഷിച്ചിട്ട് ഇന്നും വരെ യാതൊരു വിവരമില്ല. പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെച്ച് ഇതിവിടെ ഒന്നും പോട്ടെ, ഒന്നുകൂടെ പോയി ചുമ്മാട്ടെ, ഇനി പോകണില്ല ഇതിന് എന്ന് പറഞ്ഞ് നിങ്ങൾ പോയത്. കഴിഞ്ഞ ഡിസംബർ 14 തോമസിൻ്റെയും റീത്താമ്മയുടെയും ഏക മകൻ അവിവാഹിതനായ 32-കാരൻ ബിനുവിനെ കാണാതാകുന്നത്. 76 നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് ബോട്ടിലാണ് മത്സ്യബന്ധനത്തിന് പോയത്. ഇടയ്ക്ക് ബോട്ടിൽ നിന്ന് കടലിലേക്ക് വീണു. പിന്നീട് വിവരമൊന്നുമില്ല. യഥാർത്ഥം പറഞ്ഞാൽ ഇവർ പറയുന്ന പ്രതീക്ഷ അസ്ഥാനത്താണ്, അല്ലെങ്കിൽ ജഡമാണെങ്കിൽ ശരി കിട്ടിയത്. മകനായിരുന്നു വീടിൻ്റെ ഏക ആശ്രയം. മത്സ്യത്തൊഴിലാളി ആയിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാൽ തോമസിന് പണിക്ക് പോകാൻ പറ്റാതായി. റീത്താമ്മ നിത്യരോഗിയാണ്. സ്വന്തമായി ഒരു തുണ്ടു ഭൂമിയില്ല. 40 വർഷമായി ഭൂമിയുടെ പട്ടയത്തിന് ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല. ഓരോ സമയത്തും ഉദ്യോഗസ്ഥർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തിരികെ അയക്കും. ഭൂമിയില്ലാത്തത് കൊണ്ട് ലൈഫ് ഭവന പദ്ധതിയിലും പേര് ചേർക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെയൊക്കെ ആയിട്ടും ഫിഷറീസ് വകുപ്പ് മന്ത്രിയോ മറ്റ് ജനപ്രതിനിധികളോ ആരും ഇവരെ തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. മകനെ കാണാതായ അന്നു മുതൽ കാത്തിരിപ്പ് തുടങ്ങിയവരാണിവർ. ഇപ്പോഴും മകൻ ജീവിച്ചിരിപ്പുണ്ട്. മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ വീടിന് പുറകിലത്തെ കടൽ തീരത്ത് ഇപ്പോഴും കാത്തിരിപ്പ് തുടരുകയാണ് തോമസും റീത്താമ്മയും. MT അധീഷിനൊപ്പം മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ. പാപം വൃദ്ധ ദമ്പതികൾ കടൽ ചതിക്കില്ല എന്ന് വിശ്വസിച്ചപ്പോഴും തിരകളെണ്ണി അവർ കാത്തിരിക്കുകയാണ് മകൻ്റെ മടങ്ങിവരവും കാത്ത്.